ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട്. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ, എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. ദൈവസന്നിധിയിൽ ഇല്ലതാൻ തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. റോമാലേഖനത്തിൽ പൗലോസ് സഭയോട് പറയുകയാണ്, വിശ്വാസത്താലുള്ള നീതീകരണം. അബ്രഹാമിനെ കുറിച്ച് പറയുന്നു, അബ്രഹാം ജഡത്തിൽ എന്ത് പ്രാപിച്ചു? അങ്ങനെയെങ്കിൽ അബ്രഹാമിൻ്റെ വിശ്വാസം എവിടെ? എന്നാൽ ബൈബിൾ പറയുകയാണ്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. തിരുവെഴുത്ത് പറയുകയാണ്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. പ്രിയരെ, നമുക്കും പ്രവർത്തിയാൽ ഓരോ കാര്യങ്ങൾ ചെയ്തെന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം. ഇല്ല, വചനം പറയുന്നു, ദൈവത്തിലുള്ള വിശ്വാസത്താൽ കർത്താവിനെ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് നിത്യരാജ്യ അവകാശമാകുന്നത്. നമ്മൾ അതിൻ്റെ പിന്നാലെയാണ് കർത്താവ് പറഞ്ഞ കൽപ്പനയ്ക്കകത്തുകൂടെ നമുക്ക് നടക്കാൻ കഴിയേണ്ടതിന്. പൗലോസ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ലഭിച്ചു കഴിഞ്ഞു എന്നോ പിടിച്ചിരിക്കുന്നു എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല, എനിക്കും അത് പ്രാപിക്കാൻ കഴിയുമോ എന്നോർത്ത് ഞാൻ പിന്തുടരുകയാണ്. പ്രിയരെ, അർഹതയില്ലാതെ കിട്ടുന്ന ഒരു ദാനമാണ് രക്ഷ. ഈ കർത്താവിൻ്റെ ക്രൂശീകരണത്തിനകത്ത് വിശ്വാസത്താൽ നമ്മൾ പ്രവേശിച്ചതിന് ശേഷം സ്നാനപ്പെടുന്നു, രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു. വിശ്വാസത്താൽ അതിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ആ വിശ്വാസമാണ് പ്രിയരെ നമ്മളെ നടത്തുന്നത്. നമ്മൾ ആ പ്രാരംഭ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്, സ്നാനമെന്ന ആ പ്രാരംഭ ഘട്ടത്തിൽ പ്രവേശിച്ചിട്ട് നമ്മുടെ അകത്തുള്ള വിശ്വാസമാണ് നമ്മൾ അന്ത്യം വരെ നടത്തുന്നത്. വേണമെങ്കിൽ വഴിയിൽ വെച്ച് ആ വിശ്വാസം നമുക്ക് എന്ത് ചെയ്യാം? കെടുത്തിക്കളയാം. എത്രയോ പേര് ഈ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ് അവിശ്വാസിയായിട്ട് പോയി. എന്നാൽ ഇവിടെ പറയുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് പ്രതിസന്ധി വന്നാലും നമുക്കറിയാമല്ലോ, അബ്രഹാമിൻ്റെ ജീവിതം നമുക്ക് ഒത്തിരി അറിയാം. അബ്രഹാം ഓരോ സെക്കൻഡിലും ദൈവത്തെ വിശ്വസിച്ച കർത്താവിൻ്റെ വഴിയെ നടന്ന ഒരുപാട് ഭാഗങ്ങൾ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. കൂടാരം മാറ്റി അടിച്ച് സഞ്ചരിച്ച അബ്രഹാം ഒരു സ്ഥലത്തെത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ലോത്ത് നല്ലതൊക്കെ എടുത്ത് തിരിഞ്ഞ ഒരു സാഹചര്യം, ജീവിതത്തിനകത്ത് സാറായിയുടെ വാക്ക് കേട്ട് പ്രയാസം വന്ന സാഹചര്യങ്ങൾ. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിൽ വിശ്വസിച്ച അബ്രഹാമിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 1st വാക്യം പറയുന്നത് എങ്ങനെയാണ്? അബ്രഹാം വൃദ്ധനായി, വയസ്സ് ചെന്നവനായി, സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടു. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവം ഏൽപ്പിച്ച സകലതും പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് അപ്പൻ്റെ സന്നിധിയിലേക്ക് പോകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. God bless you.